ജിദ്ദ ബലദിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ലേഖകൻ അമീൻ തേനത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അമീൻ, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ജിദ്ദ ബലദിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയിൽ വാഹനങ്ങൾ പലയിടത്തും ഒലിച്ചു പോകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ജിദ്ദ ബലദിലെ മുഹമ്മൽ ബിൽഡിങ്ങിന് സമീപമാണ്. പ്രശസ്തമായ വ്യാപാര കേന്ദ്രമായ ബലദ് സിറ്റിയാകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് സന്നാഹം ഇപ്പോൾ ബലദിലുണ്ട്. വാഹനങ്ങൾ പകുതി മുങ്ങിയ നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. പല വാഹനങ്ങളും ഇപ്പോൾ വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഡ്രൈവർമാർ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രശസ്തമായ ട്രെയിൻ ബിൽഡിങ്ങിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭീമമായ ഒരു നഷ്ടമുണ്ടായിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ അതിന് സമീപത്തുള്ള മൊബൈൽ ഷോപ്പുകളിലാകെ വെള്ളം കയറി കോടിക്കണക്കിന് റിയാലിൻ്റെ നഷ്ടമുണ്ടായിട്ടാണ് അതിൻ്റെ ഉടമകൾ പറയുന്നത്. അതുപോലെ തന്നെ മുഹമ്മൽ ബിൽഡിങ്ങിൻ്റെ ഇരു ബിൽഡിങ്ങുകളിലും വെള്ളം നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത് വ്യാപാര സ്ഥാപനങ്ങളിൽ ഭീമമായ നഷ്ടമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തൊട്ടടുത്ത ട്രെയിൻ ബിൽഡിങ്ങിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസും മറ്റ് സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വിധത്തിൽ വെള്ളം അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം സൗദി പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ.